എങ്ങോട്ടാ പരിഭ്രമിച്ച് ഓടുന്നത്? സുമാരാ, ശിവദാസന്റെ മോണ്ട് പോലെ വരുന്നേ. സുമാരല്ലോ, ശിവദാസന്റെ മോണ്ട് പോലെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നേ. ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് പഠിക്കാൻ പോയ ചെക്കൻ. എന്താ വന്നോട്ടെ, മനസ്സിലാവില്ല. ആ ചെക്കൻ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ഓ വരുന്നുണ്ട് പോലെ വീട്ടിലേക്ക്. ഈ ഒന്ന് വാ എൻ്റെ കൂടെ. നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? സുമാര, നിങ്ങൾ എന്തിനാ അങ്ങനെ ബേജാറാവുന്നത്? അയ്യോ ചെക്കൻ അത് വരുന്നു ടീച്ചറാ. സുഖല്ലേ? അച്ഛമ്മേര് ഞാനാ. ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നേ? കണ്ണനോ? ആ കണ്ണനാ. കഴിച്ചോളി. എവിടേക്കാ? ഓ, ഞാനിപ്പോ നങ്ങിലിമ്മന്റെ വീട്ടിലുള്ളത്. നമ്മളെ നങ്ങിലിമ്മ ആകെ ബേജാറില്ല. ശിവദാസന്റെ മോൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന കുട്ടികളൊക്കെ മയക്കുമരുന്നിനൊക്കെ ആയിട്ട് പ്രശ്നത്തിലിങ്ങനെ പറ്റിക്കുന്നുണ്ട്. ഇവിടുന്ന് ആ പേപ്പറിൽ വായിക്കുന്നുണ്ടല്ലോ, ആ കേട്ട് പുള്ളിക്ക് ആകെ ബേജാറാ. അയ്യേ, അങ്ങനെയൊന്നുമില്ല. സുകുമാരാ, എന്തേലും മയക്കുമരുന്നുണ്ടാവും സുകുമാരാ? മിണ്ടാതിരുന്നോളി നങ്ങേരുമ്മേ. നല്ല വിലയുള്ള മുട്ടായിയാണത്. സ്നേഹപുരസരം കൊണ്ടുതന്നല്ലേ. പേടി സുകുമാരാ. നിങ്ങൾ എന്തിനാ അങ്ങനെ ബേജാറാവുന്നത്? എനിക്ക് മനസ്സിലാവൂലടോ സുകുമാരാ. ആ ചെക്കനെ ബാംഗ്ലൂരാണ്. അറിയാം എനിക്ക്. അവൻ ബാംഗ്ലൂർ വെക്കേഷൻ ലീവിൽ വരുന്ന പറഞ്ഞല്ലേ സുകുമാരാ. ഈ കണ്ടിൽ എന്നാൾ പേപ്പറിൽ ഈ വായിച്ചിരുന്നില്ല എനിക്ക്. ഒരു ചെക്കൻ 7 ആളെ കൊന്നിടും പോലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് ആ ചെക്കനും. എൻ്റെ നങ്ങേരുമ്മേ, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവർ മുഴുവൻ അത്തരക്കാരാണോ? അങ്ങനെയൊക്കെ പേടിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ. നമ്മളെ ചെക്കനൊന്നും അതിൽ പെടൂല. നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? സുകുമാരാ, ഇങ്ങനെയൊക്കെ പേടിച്ചാൽ എന്താ ചെയ്യുക?
നയ്യ് തിന്നോ ഓ കരി ഏ ഓ ഇങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഇത് അങ്ങനത്തെ പെൺകുട്ടികൾ നല്ല ജാതി ഉണ്ടായി അത് അങ്ങനത്തെ പെൺകുട്ടികൾ. നിങ്ങൾ തിന്നു ആഹാ. നല്ല ഉണ്ടായിരുന്നു എന്നാ ആ തിന്നോളി ഇതിൽ മയക്കുമരുന്നില്ലല്ലോ തിന്നോളി MDMA ആട്ടത് പോടാ